കുറെ പേർക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട് ലൈക്ക് അങ്ങനെ അവർക്ക് ഇപ്പൊ ഓപ്ഷൻസ് അങ്ങനെ ഒരുപാട് അങ്ങനെ പല പല ടൈപ്പ് ഉള്ളത് വരാറില്ല എന്നുള്ളത്. അതെന്തോ ലക്കിലി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗിഫ്റ്റഡ് ആന്ന് പറയണം ആ കാര്യത്തില്. എന്നുവെച്ചാൽ എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റിലേ എടുത്തു കഴിഞ്ഞാല് ചന്ദനമഴ, ഇപ്പൊ നമ്മള് മലയാളത്തിൽ മാത്രം എടുക്കുകയാണെങ്കിൽ ചന്ദനമഴ, അതൊരു കണ്ണീർ പുത്രി അങ്ങനെ ഒരു ഇതായിരുന്നു. അതിന് ശേഷം പിന്നെ മിസ്സസ് ഹിറ്റ്ലർ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ജോണറായിരുന്നു. അതിലെല്ലാം ഉണ്ടായിരുന്നു കോമഡി, പിന്നെ ഇമോഷൻ എല്ലാം കലർന്ന ഒരു ക്യാരക്ടറായിരുന്നു ജ്യോതി എന്ന് പറയുന്നത്. റൊമാൻസ് എല്ലാതും. ഇപ്പൊ ഹൃദയം എന്ന് പറയുന്നത് ഒരു വിധവയുടെ കഥയാണ്. വിധവയാണെങ്കിലും അവള് ജീവിക്കുന്നത് അവൾ ഭർത്താവിന്റെ, ഒരു ദിവസം പോലും ഭർത്താവിന്റെ ഒപ്പം ജീവിച്ചിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും അവള് ഭർത്താവിന്റെ വീട്ടില് അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ ഒരു കുട്ടിയുടെ കഥയാണ്. അപ്പൊ അവള് നേരിടുന്ന ഓരോരോ എന്താ പറയാ ആ ഒരു സ്ട്രഗിൾസ്, അവള് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഓരോരോ കാര്യങ്ങള്, പിന്നെ അവൾക്ക് വേണ്ടി അവളുടെ സ്റ്റാൻഡിൽ നിൽക്കുന്ന കുറെ കാര്യങ്ങള്, അവർ എതിർക്കുന്ന കുറെ കാര്യങ്ങൾ. ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ദേവിക എന്ന് പറഞ്ഞത്. സാന്ത്വനം 2 ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുറെ കോമഡി കലർന്ന, അത് ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള, നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണാൻ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ. അതായത് വിടുവായിത്തരം പറയുന്ന, അതായത് ഒരു കഥയില്ലാത്ത, ഇപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞു എന്നും പറഞ്ഞോണ്ടൊരു കാര്യത്തിലേക്ക് എടുത്തു ചാടുന്ന, എന്നിട്ട് പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയില് അതെ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് മനസ്സിൽ തോന്നുന്ന എല്ലാം ചിന്തിക്കാണ്ട് പറയുന്ന ഒരു ക്യാരക്ടറാണ്. കംപ്ലീറ്റ്ലി കോമഡി മിക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ എനിക്ക് കേട്ടപ്പോ തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നി. ഇപ്പൊ സാന്ത്വനം 1-നെക്കാട്ടിയും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാന്ന് തോന്നി. ഇത് ഒരു ക്യാരക്ടറായിട്ടും ഇത് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാരക്ടർ എടുത്തത്. അതേപോലെ തന്നെ ഈ സ്വാതന്ത്ര്യത്തിലെ കുട്ടിയുടെ ക്യാരക്ടർ പറഞ്ഞു. പക്ഷെ അതേപോലെ തന്നെ ചേച്ചിക്കും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചതിന് ഒത്തിരി ട്രോൾസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ശരിക്കും ഇപ്പൊ ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ എടുക്കാമെന്ന് എന്നെ തീരുമാനം എടുപ്പിച്ചത് മോദിജിനെ പറ്റി പറയുന്ന ഒരു സാധനം ഉണ്ട്. അതാണ് എന്റെ ഹൈലൈറ്റ്. അതില്ലാതെ മേഖലയില്ല പറയാൻ സാധിച്ചു. അതാണ് എന്റെ കഴിവ്. അത് ഓർമ്മയുണ്ടോ എന്താണ് പറഞ്ഞതെന്ന്? ഓർമ്മ എനിക്ക് ബോധമില്ലല്ലോ. അതായത് ആ സമയത്ത് ഒരു 10-21 വയസ്സൊക്കെ കാണും. അത്രയ്ക്ക് ഉണ്ടാവൂലേ? ഡിഗ്രിക്ക് പഠിക്കായിരുന്നു ആ സമയത്ത്. പഠിക്കാണെന്ന് എനിക്ക് ആക്ച്വലി ആ ഒരു പ്രായമുണ്ട്. പക്ഷെ ആ പ്രായത്തിനുള്ള ബുദ്ധിയില്ല. അത് ഞാൻ പറയട്ടെ, ഇപ്പൊ പ്രായം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ബുദ്ധി വേണ്ടേ? ആ സമയത്ത് എനിക്കൊരു LKG കൊച്ചിനുള്ള ബുദ്ധി പോലും ഇല്ല ഗൈസ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് എന്റെ ലോകമല്ല ഗൈസ്. എനിക്കൊരു വിവരമില്ല. ഇതൊക്കെയാണ് മേഘന. അതായത് ഇപ്പൊ ഞാൻ ഇപ്പൊ എന്റെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മ പറയും ഇപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് അവിടെ ചെന്നിട്ട് ഞാൻ അറിയണം അമ്മ ഇവിടെ എന്താ ചെയ്യണ്ടേ, ഇവിടെ ഡാൻസ് ചെയ്യണം മോളെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്റെ പേരിലൊരു മെഗാ ഷോ ചെയ്ത് എന്നെ പോസ്റ്റർ ഒക്കെ അടിച്ച് അവിടെ വെച്ചിരിക്കണായിരിക്കും. മനസ്സിലായോ? പക്ഷെ അവിടെ ചെന്നിറങ്ങുമ്പോ എന്നിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അത്ര എനിക്ക് അറിയുള്ളൂ. നന്നായിട്ട് പെർഫോം ചെയ്യും. നമ്മൾക്ക് തരുന്ന ജോലി നന്നായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ എനിക്കറിയൂ. പിന്നെ ഞാൻ അപ്പാപ്പനും അമ്മമ്മയും കൂടെ വളർത്തിയൊരു കുട്ടിയാണ്. അവരുടെ ആ ചട്ടക്കൂട് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ലൈക്ക് പള്ളി, വീട്, അത് മാത്രമേ അറിയുള്ളൂ. പിന്നെ നമ്മുടെ അടുത്തുള്ള കൂട്ടുകാര്, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പിന്നെ എന്താ പറയാ, പുറം ലോകം അറിയില്ല. പിന്നെ അന്ന് ഭരിക്കുന്ന ആരാന്ന് പോലും എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഊഹം ഉണ്ടായിരുന്നില്ല. മോദിജി നല്ല മനുഷ്യനാണ്. എനിക്ക് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ഇത് സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.